റിയ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. റിയ, ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ സംഭവത്തിന് ശേഷം ഇവരുടെ ഭാഗം ആരും വിശ്വസിച്ചില്ലേ? പോലീസിന്റെ ഭാഗമാണോ അന്ന് വാർത്തകളായി വന്നത്? അതിനുശേഷം ഇവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ്, എത്രത്തോളം നിയമപരമായി പ്രയത്നിച്ചാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്? രതീഷ്, ഇത് 2024 ജൂൺ 20-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. നമ്മളടക്കം വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അന്ന് ഗർഭിണിയായ ഒരു സ്ത്രീ, 2 കൈക്കുഞ്ഞുങ്ങൾ, അതായിരുന്നു ആ വാർത്തയുടെ ഏറ്റവും പ്രാധാന്യം. അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു, അതായിരുന്നു പുറത്തു വന്നത്. പക്ഷേ പോലീസ് അതിൽ വിശദീകരിച്ചത് ഈ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പോലീസ് ആ സാഹചര്യം കൈവിട്ടു പോയപ്പോൾ അത് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടു. അതിനിടയിൽ ഉന്തും തള്ളും ഉണ്ടായി. അങ്ങനെ പോലീസുകാരൻ, അതായത് CI പ്രതാപചന്ദ്രനെ ഈ പരാതിക്കാരിയായ സ്ത്രീ ഷൈമോൾ ആക്രമിച്ചെന്നും കയ്യിൽ മാന്തി പരിക്കുകളടക്കം ഏൽപ്പിച്ചു എന്നുമായിരുന്നു പോലീസിന്റെ ഒരു ഭാഷ്യം. പക്ഷേ അന്ന് നമ്മൾ പരാതിക്കാരിയുടെ പ്രതികരണം അടക്കം എടുത്തതാണ്. ഗർഭിണിയായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഉന്തും തള്ളും ഉണ്ടായപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് അവർ വളരെ സങ്കടപ്പെട്ട് കാര്യങ്ങൾ, താൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടില്ല, CI തൻ്റെ മുഖത്തടിച്ചുവെന്നും തന്നെ പിടിച്ചു തള്ളിയെന്നും ഭർത്താവിനെ അവിടെ വെച്ച് മർദ്ദിച്ചെന്നും ഒക്കെ വിശദീകരിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഷ്യം ഇതിനൊക്കെ നേരെ വിപരീതമായിരുന്നു. പോലീസ് എപ്പോഴും വിശദീകരിച്ചത് ഈ സാഹചര്യത്തെ അവിടെ പ്രക്ഷുബ്ധമാക്കുകയും ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിച്ചതും പരാതിക്കാരിയാണെന്നൊരു വിശദീകരണമായിരുന്നു. അന്ന് അവർ വ്യക്തമാക്കിയത് CCTV ദൃശ്യങ്ങൾ പുറത്തു വിടട്ടെ, തങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന നിലപാടായിരുന്നു പരാതിക്കാരിയും ഭർത്താവും എടുത്തത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഈ ബെൻജോയെ പിടിച്ചുകൊണ്ട് പോയ സംഭവത്തിൽ ഒരു FIR പോലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് കൗതുകകരമായ കാര്യമാണ്. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ എന്നതായിരുന്നു ഇതിൽ ഏറ്റവും നിർണായകം. ഈ കേസിൽ ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തി എന്നതിനപ്പുറം CI പ്രതാപചന്ദ്രനെതിരെ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. അയാൾക്കെതിരെ മറ്റു പല കേസുകളും, മറ്റു പല പ്രശ്നങ്ങളും, ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരം ആളുകൾ ഈ സർവീസിൽ ഉണ്ട്, അവർക്ക് വലിയ സംരക്ഷണമുണ്ട്. ഇപ്പോൾ പാരഡിയിൽ പോലും കേസെടുക്കുന്ന സംവിധാനമാണ്. അതിനിടയിലാണ് ഇത്രയും ഗൗരവതരമായ സംഭവം.